തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചെത്തിയ സ്ത്രീകളെ തടഞ്ഞു. ചുരിദാർ ധരിക്കാൻ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ. തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന സംഘടനകൾ. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ദുരിതത്തിലായ ജനങ്ങൾ കോഴിക്കോട് 2 ബാങ്കുകൾ പൂട്ടിച്ചു. ഗ്രാമീൺ ബാങ്കിന്റെ വിലങ്ങാട് ശാഖ, സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പേരാമ്പ്ര ശാഖ എന്നിവയാണ് പൂട്ടിച്ചത്. പണം എന്ന് നൽകാൻ കഴിയുമെന്ന് അറിയില്ലെന്ന് ബാങ്ക് അധികൃതർ. നോട്ട് പിൻവലിക്കലിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനം നാളെ. മതിയായ കറൻസി ഇല്ലാതെ സർക്കാരും ബാങ്കുകളും. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായവരാണ് കൊല്ലം, മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് NIA. ഇവർ ബേസ് മൂവ്മെന്റ് സംഘടനയുടെ സ്ഥാപകർ. സ്ഫോടനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചെന്നും NIA. പമ്പയിൽ സോപ്പും എണ്ണയും ഉപയോഗിക്കുന്നതിന് വിലക്ക്. നടപടി മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി. വിലക്ക് ലംഘിച്ചാൽ 6 വർഷം വരെ തടവ്. ക്ഷമയെ ദൗർബല്യമായി കാണരുത് എന്ന് വിരമിച്ച പാക് സൈനിക മേധാവി ജനറൽ റഹീൽ ഷെരീഫിന്റെ മുന്നറിയിപ്പ്. മേഖലയിലെ ഇന്ത്യയുടെ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും ആഹ്വാനം. സ്വന്തം അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. BJP അധ്യക്ഷൻ അമിത് ഷായെയും വെല്ലുവിളിക്കുന്നതായി മമത. നോട്ട് പിൻവലിക്കലിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ ദുരിതം തുടരുന്നു. സ്ത്രീധനമായി പുതിയ നോട്ടുകൾ നൽകാൻ കഴിഞ്ഞില്ല. വധു മരിച്ച നിലയിൽ. കൊലപാതകമെന്ന ആരോപണം. ലോകത്ത് 21 ലക്ഷം പേർ ഇപ്പോഴും അടിമത്തം അനുഭവിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ. ഇതിൽ 4 ലക്ഷം പേർ കുട്ടികൾ. അടിമകളിൽ അധികവും നിർബന്ധിത തൊഴിലിന് നിയോഗിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നിർണായക മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. നാളത്തെ മത്സരത്തിൽ ഡൽഹിക്കെതിരെ നോർത്ത് ഈസ്റ്റ് പരാജയപ്പെട്ടാൽ ബ്ലാസ്റ്റേഴ്സിന് സെമി ഉറപ്പിക്കാം. മികച്ച ബോക്സിംഗ് താരത്തിനുള്ള അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ പുരസ്കാരം ഇന്ത്യയുടെ വികാസ് കൃഷ്ണയ്ക്ക്. വികാസ് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം.